ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം അല്ലേ? എന്താണ് കുറേ ദിവസമായിട്ട് എവിടെ നോക്കിയാലും യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇറാൻ ഇസ്രായേൽ വാർ ന്യൂസ് ടുഡേ ഇറാൻ എന്നിട്ട് അടിച്ചിട്ട് അപ്പോൾ വേറെ ഇങ്ങനെ സംഭവം. എന്താ ചെയ്യാം? ഇറാൻ ഇസ്രായേൽ സീസ് ഫയർ വയലേറ്റഡ്. ചില ആൾക്കാർ ഇറാൻ്റെ കൂടെ, ചില ആൾക്കാർ ഇസ്രായേലിൻ്റെ കൂടെ മതം നോക്കിയിട്ടുള്ള ആൾക്കാർ ഇറാനെ തിരിച്ചടിക്കണം, ഇറാൻ ഇല്ലാണ്ടേക്കണം, ഇസ്രായേലിനെ തിരിച്ചടിക്കണം, ഇസ്രായേലിനെ ഇല്ലാണ്ടേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ യൂട്യൂബേഴ്സ് പലരും ഘോരം വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ജൂതന്മാർ അത് ചെയ്തു, മറ്റേ ചെയ്തു, മുസ്ലിംസ് അത് ചെയ്തു, മറ്റേ ചെയ്തു, ഈ രാജ്യം ഇങ്ങനെയാണ്, മറ്റേ രാജ്യം ഇങ്ങനെയാണ്, അതേപോലെ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കണം, അതേപോലെ മറ്റൊരു ഭീഷണിയാവും, അതുകൊണ്ട് ഇല്ലാണ്ടേക്കണം. അപ്പോഴേക്ക് അമേരിക്ക വന്നിട്ട് അതിൽ ഇടപെടുന്നു, ചൈന അല്ലേ, അങ്ങനെ ഇങ്ങനെ. അതേപോലെ അതിൻ്റെ ഇടയിൽക്കൂടെ ആളാവാൻ വേണ്ടിയിട്ട് വേറെ കുറേ രാജ്യങ്ങൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ചിക്കണു. നമ്മൾക്കിടയിൽ തന്നെ സ്പ്ലിറ്റായിട്ട് രണ്ട് ടൈപ്പ്, അതിൻ്റെ ഇടയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു, അതിൻ്റെ കുറേ ഉടായ്പകൾ, അങ്ങനെ ഇങ്ങനെ അല്ലേ. ഹലോ ഗൈസ്, ഞാൻ ഇതിനിടയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ല കൂടുതൽ നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ്. അതൊന്നും നമുക്ക് തുടങ്ങാം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിഷയം. ആ വീഡിയോ എങ്ങനെയാണ്, ഒരു പയ്യൻ, ഒരു ബീച്ച് സൈഡാണ്, ഒരു പയ്യൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വളരെ വൈകാരികമായിട്ട് ഇങ്ങനെ പറയുകയാണ്. അവന് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല, എനിക്ക് ഒന്ന് കരഞ്ഞ് കണ്ണീര് പറ്റിയാറ് തോന്നുന്നു. അവൻ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം തായോ, വിശന്നിട്ട് വയ്യ, ഞങ്ങൾ മണലാണ് തിന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മണലെടുത്ത് വായിക്കിടും. ഇത് ഈ ഒരു കാഴ്ച എൻ്റെ വീഡിയോ ഇല്ല, മിസ്സായിപ്പോയി. ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഇറാനായിക്കോട്ടെ, ഇസ്രായേലായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, മനുഷ്യർ, പ്രത്യേകിച്ച് കുട്ടികൾ, വയസ്സായ ആളുകൾ, സ്ത്രീകൾ ഈ യുദ്ധം മൂലം അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പരിപാടി ഇറങ്ങിയിട്ടല്ലോ, ട്രംപ് അല്ലേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതി, ഇറാനിട്ട് നല്ല പണി കൊടുക്കണം എന്നൊരു സംഗതി, ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ ടീംസ് ഒക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അവന്മാർക്ക് മുതലെടുക്കാൻ വേണ്ടിയുള്ള പല കളികളായിരിക്കും അത്. ഇത് നമുക്ക് കോമൺ സെൻസ് വെച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ തമ്മിൽ കോലാകാലങ്ങളായിട്ടുള്ള ഒരു ചക്കട കച്ചറകൾ ഉണ്ടല്ലോ. മഞ്ചേരി തമ്മിൽ അല്ലേ, മതത്തിൻ്റെ പേരിൽ വേറെന്തൊക്കെ ഇതിൻ്റെ പേരിൽ മാറ്റോ. അന്ന് ഇക്കിട്ടൊരു അടി വന്നപ്പോൾ ഞാൻ തിരിച്ച് രണ്ടടി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്, നമുക്ക് ശത്രു, അപ്പോൾ തിരിച്ച് നല്ലൊരു പെട്ടപ്പം തന്നെ കൊടുക്കണം അല്ലേ. വലിയൊരു ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എന്നും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ പോയിട്ട് രണ്ട് പെട്ട കൊടുക്കുക, പെടത്തോണ്ടേ ഇരിക്കാൻ പറ്റും, നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ടല്ലോ, നമ്മൾ കുഞ്ഞീതാ നോക്കണ്ട, വലിയ സാധനത്തിൽ നമ്മളടിക്കും അല്ലേ. അങ്ങനെയൊക്കെ സംഗതികളുണ്ട്. അമേരിക്ക എല്ലാ കാലത്തും, അല്ലെങ്കിൽ ഈ യുദ്ധം കുറേ ദിവസം ഇങ്ങനെ നടന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വിചാരിക്കാം. അമേരിക്ക എപ്പോഴും സപ്പോർട്ട് ചെയ്യുമോ? കാരണം ഇറാൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭൂപടത്തിൻ്റെ ഒരു സംഗതി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ. 10% പോലും ഇല്ലല്ലോ, 2% എന്തോ വലിപ്പമുള്ളൂ തോന്നുന്നു ഇസ്രായേൽ ഇറാൻ്റെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും യുദ്ധത്തിലൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ, യുദ്ധം കൊണ്ട് വിജയിച്ചവരാരുള്ളത്, ഏത് രാജ്യക്കാരുള്ളത്, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നല്ലാണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം കേട്ടോ, ഇതിലെ പോളിസി മേക്കേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ട്രംപ് ഉള്ള ആളുകൾ, എന്താ വിദേശകാര്യ സെക്രട്ടറിയോ, മൂപ്പരുടെ പേരെന്താണ്, പേര് ഞാൻ മറന്നു, എനിക്ക് പേരുകളൊക്കെ നിൽക്കില്ല, കയ്യൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഗതിയൊക്കെ ചെയ്യണ്ടല്ലോ. എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം, പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഇവർ എങ്ങോട്ടത് കൊണ്ടുപോകണത് ലോകത്തിന്. മുമ്പ് യുദ്ധത്തിൽ ഇറങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ യുദ്ധത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ, ഞാൻ ആൾക്കാരെ പേര് പറയുന്നില്ല കേട്ടോ, ചുമ്മാ യുദ്ധത്തിലൊക്കെ നമ്മൾ മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ, ഒരു രാജ്യം രക്ഷിക്കാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതാൻ വേണ്ടിയിട്ട് ആളിറങ്ങണം, യുദ്ധം ചെയ്യണം, കുതിരപ്പുറത്ത് വരുന്നു അല്ലേ. അതായത് പടക്കളത്തിൽ ഇറങ്ങി പണിയെടുക്കുന്ന ടീംസ്,
ഇപ്പം അങ്ങനെയല്ല. AC റൂമിൽ ഇരുന്നുകൊണ്ട് വളരെ സേഫായിട്ട് ഇരുന്നുകൊണ്ട് ബങ്കറുകളെ കുറിച്ചിട്ടും അവിടെ പോയിട്ട് തല്ലുണ്ടാക്കല്ല അവിടെ ബോംബിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. ഇപ്പോഴത്തെ ലീഡേഴ്സ് മാറി. ബാക്കിൽ നിന്നുകൊണ്ട് അത് ചെയ്യൂ മറ്റേ ചെയ്യൂ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊരു സംഗതിയാണ്. ഇവർക്കൊന്നും പ്രശ്നം പറ്റൂല്ലോ അല്ലേ, ഒരു പോറൽ പോലും ഇരിക്കില്ല. എന്നിട്ട് ഹീറോസ്. അപ്പോൾ ഹീറോ എന്നുള്ളതിൻ്റെ ഒരു രീതി തന്നെ മാറിപ്പോൾ. പിന്നെ വേറെ സംഗതി ഇവരിത് എങ്ങനെ എത്തിക്കണത്, അതായത് എനിക്ക് വന്നത് ഒരു 17-ാം നൂറ്റാണ്ടോ 18-ാം നൂറ്റാണ്ടിൻ്റെ എന്തൊക്കെ ഒരു കോലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 21-ാം നൂറ്റാണ്ടിൽ കളി കളിക്കണമെന്ന്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ കാണുന്ന ഒരു രീതി എന്താ, ജൂതന്മാരെ മൊത്തം കൊന്നൊടുക്കണം എന്നുള്ളൊരു സംഗതിയില്ലേ. ഇത് എന്ത് ആറ്റിറ്റ്യൂഡാണ്. തിരിച്ച് ഇസ്രായേലായിക്കോട്ടെ ഇറാനെതിരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതും ഇവരെന്താ ഉദ്ദേശം? ഇതിലിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? എന്താ ഇപ്പോൾ സംഗതി? ഇതിൻ്റെ ഈ പോളിസി മേക്കേഴ്സിൻ്റെ ഒരു അവസ്ഥ എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഇപ്പോൾ അതായത് ഇവർക്ക് ഈ യുവജനങ്ങളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ ജെന്യൂനായിട്ടേ നിങ്ങളൊരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയും അതേപോലെ നമുക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ട് സമാധാനത്തോടെ ഇരുന്ന് ലോകം മുഴുവൻ യാത്ര ചെയ്യും ഒക്കെ ചെയ്യുന്ന സ്വതന്ത്രമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ലേ നമുക്ക് വേണ്ടത്. ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നു കേട്ടോ, അല്ലേ? അതായത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ പോകണം തോന്നി വിചാരിക്കുക, ഇറാനിൽ പോകണം തോന്നി വിചാരിക്കുക, ഇസ്രായേലിൽ പോകണം തോന്നി വിചാരിക്കുക, ഫ്രാൻസിൽ പോകാൻ തോന്നി വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവാനല്ല, അങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനല്ലേ നമുക്ക് ആഗ്രഹം. അതായത് യുവജനങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരുപാട് ലോഫ്റ്റർ, ഒരുപാട് പൊട്ടിച്ചിരികൾ, ഒരുപാട് സന്തോഷം, അതുപോലെ സെലിബ്രേഷൻസ്, ഫെസ്റ്റിവൽസ് അല്ലേ, അതേപോലെ അടിപൊളിയായിട്ടുള്ള സെക്സ്, ലവ് മേക്കിംഗ്, പ്രണയം, ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു സംഗതിയൊക്കെ അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ യുദ്ധം കൊണ്ട് ഇവന്മാരുണ്ടാക്കി തീർക്കുന്ന സാധനം എന്താ? അതിൻ്റെ പിന്നിലെ സംഗതി എന്താ? നാശനഷ്ടങ്ങൾ, മരണങ്ങൾ, റേപ്പ്, അതേപോലെ തന്നെ പിന്നെന്താ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ അല്ലേ. അപ്പോൾ ഇത് ഇങ്ങടെ കൊണ്ടുപോകണത്. അപ്പോൾ ഈ യുവജനങ്ങളുടെ ഒരു ആഗ്രഹങ്ങളും സ്വപ്നത്തിനനുസരിച്ചുള്ള ഒരു സംഗതിയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ യുദ്ധം ചെയ്തുകൊണ്ട് യുവജനങ്ങൾക്കുള്ള ഈ ഒരു ഇത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്യുന്ന യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യുദ്ധം ചെയ്യുന്നത് കുറേ കിഴവന്മാരുടെ പണ്ടെങ്ങാണ്ടോ ഇവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് പണ്ടത്തെ ആൾക്കാർ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ അതിനുള്ള പ്രതികാരം ചെയ്യണം നമ്മൾ, അതേപോലെ നമുക്കൊന്ന് ആളാവണം, അങ്ങനെ എന്തൊക്കെ തോന്നുന്നു ഈ കിഴവന്മാർ ട്രംപ് പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വയസ്സായ ആളുകളുടെ ഓരോ പ്രാന്തുകളിലെ വയസ്സായ ആളുകൾ മൊത്തത്തിൽ കുറ്റം പറയില്ല, ട്രംപിൻ്റെയൊക്കെ ഒരു അവസ്ഥ. അതായത് ആത്മാക്കൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ചെയ്ത തെറ്റിന് ആ ആത്മാക്കളോട് ദേഷ്യം പൂണ്ടിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശത്രുത പുലർത്തുക, അവരോട് പോരാടിക്കൊണ്ടിരിക്കുക, അവരോട് തല്ലാൻ പോവുകയാണ്. ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താ മനസ്സിലാക്കാത്തത്? സമൂഹത്തിന് മുന്നോട്ടല്ല ഇവർ കൊണ്ടുകൊണ്ട് പിന്നോട്ടാണോ? ഇക്കൊരു പ്രോഗ്രഷനായിട്ട് തോന്നുന്നില്ല, റിഗ്രഷനായിട്ട് തോന്നണത്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഗൈസ്? പക്ഷെ എന്തായാലും ആളുകൾ ആ ഫസലിൻ്റെയൊക്കെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഫസലിൻ്റെ മാത്രമല്ല ആരിഫ് ഹുസൈൻ്റെ ഒക്കെ ആകുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കണം. എപ്പോഴും ആളുകൾ ഈ പക്ഷം പിടിക്കാനാണ് ശ്രമിക്കണില്ലേ. ഒന്നല്ലെങ്കിൽ ഇറാൻ്റെ കൂടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെയെന്ന് നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ആളുകളെ കാര്യമായിട്ട് ഈ കമൻറ്റുകളിലൊന്നും കാണലില്ല. പിന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ഇതെന്താ വെച്ചാൽ മറ്റേ ഇതിങ്ങനെ പോണു, പീരങ്കിയുണ്ടകളിങ്ങനെ പോണു, മിസൈലുകളിങ്ങനെ പോണു, എന്താ ആകാശത്ത് എന്ത് ചന്തമാണ് എന്നുള്ള രീതിയിലാണ് പലരും യുദ്ധത്തിന് കാണുന്നു തോന്നണം. നിങ്ങൾ ഈ അവസ്ഥ ആലോചിച്ചേക്ക്, ഇത് വളരെ ഭീകരമാണിത് അല്ലേ, വളരെ ഭീകരമാണ്. ഇന്ന് ഇറങ്ങുന്ന സിനിമകളും ഇതൊക്കെ കണ്ടിട്ട് വാർഫെയറും ഇതൊക്കെ കണ്ടിട്ടേ ആളുകൾക്ക് ഇപ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല. ഒന്നും ആളുകളുടെ കരച്ചിൽ, കാലറ്റ് പോകുന്നത്, ബ്ലഡ് ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഇവർക്കൊരു വലിയ വിഷയമല്ല തോന്നുന്നു. അതേപോലെ ബിൽഡിങ്ങുകൾ പൊളിഞ്ഞ് വീണ് കിടക്കണതൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇവർക്കൊന്നും വിഷയമല്ല തോന്നുന്നു ആളുകൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വയലൻസുമായിട്ട് ആ ഒരു ഇതായിട്ടൊക്കെ നമ്മൾ സെറ്റായിരുന്നു തോന്നണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അയ്യോ ഇത്രയും ആളുകളെ കൊന്നൂലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലേ, ജൂതന്മാരെ കൊന്നൊടുക്കിയില്ലേ, അല്ലെങ്കിൽ ഏത് മതമായിക്കോട്ടെ അവരെ കൊന്നൂലേ, ആൾക്കാരെ കൊന്നൂലേ, അല്ലോ കുട്ടികൾ അനാഥരായില്ലേ
എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആനി ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് എത്രത്തോളം പെയിനാണ് നമ്മൾ അനുഭവിച്ചിരുന്നത്. ഇൻ ദ ആറ്റിക് പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു ഷോർട്ട് സ്റ്റോറി പഠിക്കണ്ട്, ഒരു റൈറ്റപ്പ് പഠിക്കണ്ട്, മറ്റേ ഒരു പിയാനിസ്റ്റിൻ്റെ 10ാം ക്ലാസ്സുകാരുടെ ബുക്കിലെറ്റാണ്, 10ാം ക്ലാസ്സുകാരുടെ ബുക്കിൽ 2ാമത്തെ പാഠമായിട്ട് അതിൽ ഒളിച്ചിരിക്കുകയാണ് യുദ്ധം ടൈമിൽ ഒരാൾ. അയാൾ മരിക്കുമല്ലേ എന്ന് അറിയാണ്ട് ഇങ്ങനെ ആകെ പേടിച്ചിട്ട് ഇരിക്കുകയാണ്. കുളിക്കാൻ പറ്റാണ്ട്, പല്ല് തേക്കാൻ പറ്റാണ്ട്, സ്വന്തം കാര്യം നോക്കാറ്റാണ്ട്, പാരൻസിന് എന്ത് പറ്റി അറിയണ്ട, പെങ്ങന്മാർക്ക് എന്ത് പറ്റിയെന്ന് അറിയണ്ട, അയാളിങ്ങനെ ഒളിച്ചിരിക്കുക യുദ്ധം ടൈമിലേ. അയാളുടെ അവസ്ഥ എന്ന് അറിയിച്ചു പോയി. അപ്പോൾ ഈ യുദ്ധ സമയത്തുള്ള ഈ 2 രാജ്യങ്ങളുടെ ആൾക്കാരുടെ അവസ്ഥ അറിയിച്ചു നോക്കി. ഈ 2 രാജ്യങ്ങളുടെ ഇടയിൽ കിടക്കണം അല്ലെങ്കിൽ അപ്പുറത്തുള്ള രാജ്യക്കാരുടെ അവസ്ഥ എന്ന് അറിയിച്ചു നോക്കി. ഇപ്പുറത്ത് അമേരിക്ക ഇരുന്നിട്ട് മറ്റേ മൂപ്പേർക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തിനാ യുണൈറ്റഡ് നേഷൻസൊക്കെ ഇവർ ട്രീറ്റികൾ എന്തിനാ ഇതൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആണവായുധങ്ങൾ ഒരു ലെവലിനപ്പുറത്തേക്ക് കൈവശം വെക്കാൻ പാടില്ല എന്നും അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്താൻ പാടില്ല എന്നും അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾക്ക് മാത്രമായി മിതത്വമായിട്ട് മാത്രമാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ, യുറേനിയം ഡെപ്പോസിറ്റ് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഇവർ വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ യുണൈറ്റഡ് നേഷൻസ്? അപ്പോൾ ഇവർക്ക് ഇവരെ മോണിറ്റർ ചെയ്യാനും ഇടപെടാനൊന്നും പറ്റൂലേ? ഇത്രയും രാജ്യങ്ങൾ ഇവിടെ അല്ലേ. ഒരു രാജ്യം തോന്നിയാസം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ 1-2 രാജ്യങ്ങൾ തോന്നിയാസം കാണിക്കുമ്പോൾ ബാക്കി രാജ്യക്കാർക്ക് തീർച്ചയായിട്ടും ഇതിൽ ഇടപെടാൻ പറ്റൂലേ? പ്രതിനിധികൾക്കൊക്കെ ഇടപെടാൻ പറ്റൂലേ? പൊളിറ്റിക്സിൽ അവർക്ക് അവരുടേതായ കുറേ സാധനങ്ങൾ നേടിയെടുക്കണ്ടല്ലോ അല്ലേ. എന്തായാലും എനിക്കിതൊരു പ്രോഗ്രസീവായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നുന്നില്ല ഇപ്പം നടക്കണ ഈ കാര്യങ്ങളും സംഗതിയൊക്കെ. ഇത് പണ്ടെങ്ങാണ്ടോ ഉള്ള ശത്രുത വെച്ചിട്ട് അവർക്കുള്ള അസൂയ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ഒരു പണ്ട് ചെയ്തു അപ്പോൾ ഇതിന് നമുക്ക് തിരിച്ചടിക്കണം അങ്ങനെ എന്തൊക്കെ സംഗതികളാണ് തോന്നുന്നു. പിന്നെ നമുക്കിങ്ങനെ പറയാം ഇസ്രായേലിന് ഒരു പേടി ഉണ്ടാവില്ലേ, അത് അവർക്ക് ശത്രു ആയിരിക്കും, അവർക്കിട്ട് പണി തരുമോ, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പണി കിട്ടുമോ എന്നൊക്കെ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ അല്ലേ അങ്ങനെ ആലോചിക്കാം. ഇറാൻ്റെ ഭാഗത്തുള്ള സംഭവം എന്താ വെച്ചാൽ അങ്ങനെയാണ് അവർ നമ്മളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരാണ് മൊത്തത്തിൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നൊക്കെ എടുക്കുന്ന ആൾ. പക്ഷെ എന്താണ് ഇവിടെയാണ് മൈത്രേയൻ്റെയൊക്കെ എൻ്റെ പ്രസക്തി എനിക്ക് തോന്നുന്നത്. ബൗണ്ടറികൾ ബ്ലർ ആവണതിൻ്റെ ആവശ്യകത അല്ലേ. രാജ്യം ബൗണ്ടറികൾ ബ്ലർ ആവുക എന്നൊക്കെ ഒരു സംഗതി അതിനെക്കുറിച്ച് മൂപ്പർ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ. നമ്മളത് കേൾക്കണമെന്ന് മാത്രം. എന്താവും ചിലർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക്. നിങ്ങളിങ്ങനെ ആലോചിക്കും ലോകം മുഴുവൻ ഒറ്റ രാജ്യം, ലോകം മുഴുവൻ ഒറ്റത് ഒരു ഗ്ലോബൽ, ഇപ്പോൾ അറിയില്ല ഡിജിറ്റലായിട്ട് നമ്മളൊരു ഗ്ലോബൽ നെറ്റ്വർക്കിൽ നമ്മൾ ജീവിക്കുന്നത്, ഒരു ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവിടെ ആളുകളെ ഡിവൈഡ് ചെയ്യുക, ഓപ്പോസിറ്റ് പോളിലേക്ക് എത്തിക്കുക. ഇത് തെറ്റ്, ഇത് ശരി, അല്ലെങ്കിൽ ഇത് ശരി, ഇത് തെറ്റ്, പിന്നെ ഇത് തർക്കിക്കുക, കച്ചറ കൂടുക. ഇവിടെ ആളുകളുടെ സഹനം, ദുരിതം, കഷ്ടപ്പാടും അവർ പീഡനം അനുഭവിക്കുന്നതും പട്ടിണി കിടക്കുന്നു ഇതിൻ്റെയൊക്കെ മുകളിലാണ് നമ്മുടെ ഈ കുനിറ്റ് ചർച്ചകളും ഓരോ പക്ഷത്ത് നിൽക്കുന്നതും സംഗതികളൊക്കെ അല്ലേ. ഹലോ ഗേസ്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ട്രംപിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഇടപെടലിനെ കുറിച്ച്, കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെ? ആരുടെ ഭാഗത്ത് തെറ്റ്, ആരുടെ ഭാഗത്ത് ശരി? അങ്ങനെ എനിക്ക് ഇവിടെ തെറ്റും ശരിയും തേങ്ങാക്കോലെ എന്നല്ല എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ കയറണത്. എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കരച്ചിലാണ് എൻ്റെ മൈൻഡിൽ. എനിക്ക് പെട്ടെന്ന് വരുന്ന സാധനം ആളുകളുടെ കരച്ചിൽ, പട്ടിണി കിടക്കുന്ന ആളുകളുടെ അവസ്ഥ, കയ്യും കാലും ഇല്ലാത്ത അവസ്ഥ, അതേപോലെ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. ഈ ഒരു സാധനമൊക്കെയാണ് എനിക്ക് ആ ഒരു സംഗതിയൊക്കെ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് കയറുന്നത്. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധം എന്നല്ല എന്ത് തരത്തിലുള്ള വയലൻസ് ആയാലും, അല്ലാണ്ട് എനിക്കതൊരു ഹീറോയിസ് ആയിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സംഗതി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ദുസ്വപ്നം കണ്ടിട്ട് ഞെട്ടി എണീക്കൂലേ. ഇപ്പം ഞാൻ പലപ്പോഴായിരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ഈ ദുസ്വപ്നമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ. കാരണം ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഈ യുദ്ധങ്ങളെക്കുറിച്ചുള്ള വിഷ്വൽസും ഇതും, അതേപോലെ പല സിനിമകളിൽ പച്ചയ്ക്ക് പീഡിപ്പിക്കുന്നത് പോലുള്ള ഏകദേശം സംഗതിയും, അതേപോലെ കുറേ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് മനസ്സ് മരടിച്ചിട്ടുണ്ടാവൂലേ. മുമ്പൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ദുസ്വപ്നം കണ്ടിട്ട് ഞെട്ടി എണീറ്റായിരുന്നു. ഇപ്പം എന്താണ്, ഇപ്പം ഇതൊക്കെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന ലെവലിലെ ആളുകൾ എടുക്കണമെന്ന്. എന്തായാലും ഗൈസ് നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്, ഒരുപാട് പോരായ്മകളുണ്ട്, നമ്മളിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വേണം, തീർച്ചയായും സപ്പോർട്ട് വേണം. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകൾ ദയവേത് തെറി വിളിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് എൻ്റെ അഭിപ്രായം, അത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും